മക്കളെ അതിങ്ങനെ കാണുമ്പോൾ എന്താ തോന്നിയാറോ, ഇങ്ങനെ കുയ്യുത്തിയമാതിരിയാണ് തോന്നുന്നത്. പക്ഷേ ഇത് കുയ്യല്ല. ഒരുപാട് പണ്ടൊക്കെ കാലങ്ങളിൽ കണ്ടുവരുന്നൊരു സംഗതിയാണ് കുയ്യാന പറഞ്ഞ സംഗതിയാണ്. കുയ്യാന നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് ഈ കാണുന്ന ആൾക്കാരൊക്കെ അവനവൻ്റെ നാട്ടിൽ എന്തൊക്കെയാണുള്ളത് ഇതിന് പറഞ്ഞത് പേരൊന്ന് പറഞ്ഞു തരുന്നുണ്ട്, കമൻറ്റ് രേഖപ്പെടുത്തുക. ഈ സാധനം ഒന്നും ഇപ്പം ഇവിടെയും കാണാൻ കഴിയില്ല. കാരണം കുറേ കെമിക്കലിൻ്റെ, അതായത് നമ്മളെ ഭൂമിയിലടിക്കണ മരുന്നിൻ്റെ കെമിക്കലിൻ്റെ റിയാക്ഷൻ കാരണം അന്നം നിന്ന് പോയി. കാരണം വെച്ചാൽ കാലാവസ്ഥ വ്യതിയാനത്തോടു കൂടിയ കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സംഗതികളൊന്നും കാണാത്തത്. മക്കളെ നമ്മളെ എന്താണ് ഇതിൽ നിന്ന് കുയ്യാനെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് കുറച്ച് 3-4 കുയ്യെന്ന് നമ്മൾ മാന്തി എടുത്തിട്ടുണ്ട്. ഈ സാധനം ഇന്നിപ്പോൾ എവിടെയും കാണാൻ പറ്റാത്ത സംഗതികളാണ് ഈ കാണുക. അപൂർവമായി കാണുന്നൊരു സംഗതിയാണ് ഈ കുയ്യാന പറയുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക എനിക്കല്ല കേട്ടോ. മൂട് JCB ഒക്കെ പറയാം. മൂട് JCB, മൂടുകൊണ്ട് മാന്തണ JCB അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ നമ്മൾ കുറച്ച് ഒരു 2-3 കുയ്യ് മാന്തിയാണ് ഇതാക്കിയിട്ട് തന്നെ കാണിച്ചു തരാം. എന്താണ് ഇവിടെ അങ്ങനെ വെക്കുക. ഇവിടെ അങ്ങനെ വെച്ചാൽ വെറൈറ്റി ഐറ്റംസാണ്. ഇങ്ങനെ മാത്രം കാണാം നമുക്ക്. കണ്ടോ ആളുകൾ രണ്ട് മിനിറ്റ് കൊണ്ട് ഒരു കുയ്യാക്കണം നമുക്ക് കാണാം കേട്ടോ. സംഗതി മക്കളെ നല്ല രസമുള്ള കാഴ്ചയാണ്. ആയിട്ടാണ് ഇങ്ങനെ തുരന്ന് ഇങ്ങനെ വരുന്നത്. കണ്ടോ തുരന്ന് ഇങ്ങനെ വരുന്നത്. ആളുകണ സ്ഥലത്താണ്ടോ എന്നാ മാന്തി തരാം. എന്താണ് ഇതാണ് സാധനം. ഇത് ഇതാണ് കുയ്യാന പറയണത്. കണ്ടോളി, ഒന്നുകൂടി അടുപ്പിച്ച് സൂം ചെയ്ത് കാണിച്ചു തരാം. സൂം ചെയ്യുമ്പോൾ ഫോക്കസ് പോവാണ്. ഈ സാധനം കേട്ടോ. അടി കൂടുന്നുണ്ട്. അടി കൂടുന്നുണ്ട്. അതാ കണ്ടോ ബാക്ക് പോണ്. ഇതാണ് മൂട് JCB. പോയി. പോണ് എന്താ രസമല്ലേ കാണാൻ. പോണ് മണ്ണിൻ്റെ ഉള്ളിൽ. ഒരു വെറൈറ്റി ആണ് കേട്ടോ. വെറൈറ്റി കാഴ്ചകൾ. മൂടൻ JCB. ഒരു അരമണിക്കൂറൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മളവിടെ കണ്ടമാതിരി കുയ്യാക്കി തരും. പക്ഷെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അതോളം ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴത്തേന് വീഡിയോ ലെങ്ത്തൊക്കെ കൂടും. അപ്പോൾ അത് നടക്കില്ല. ഏതായാലും നോക്കാം, നമുക്ക് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്ത് നോക്കുക. സംഗതി പൊളി കാഴ്ച കേട്ടോ. ഇതൊക്കെ എവിടെയും കാണാൻ കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ പല നാട്ടിൻപുറങ്ങളിലൊക്കെ ഇങ്ങനെ ഇപ്പോൾ കാണാനേ സാധിക്കുള്ളൂ ഇങ്ങനത്തെ സംഗതികളൊക്കെ. കീടനാശിനിയുടെ പ്രയോഗം മൂലമാണ് ഇങ്ങനത്തെ സംഗതികളൊക്കെ വംശനാശം സംഭവിക്കുന്നത്. ഉണ്ടോ മൂടോട് ഇങ്ങനെ തള്ളി കൊണ്ട് തന്നെ. കുയ്യാനെ പരിചയപ്പെടുത്തി കൊടുക്കണം. കുജാന വീഡിയോ
എന്നിട്ട് കണ്ടോളി അങ്ങനെ അളക്കം വെക്കണം, അളക്കം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടമാതിരി തന്നെ സംഗതി തന്നെയാണ്. കുയ്യാന നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നത് ഇപ്പോൾ കമൻറ്റിൽ രേഖപ്പെടുത്തിക്കോളി. അവനാൻ്റെ നാട്ടിൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയാണ് ഇതിനെ പറയാമെന്ന് പറയാം. നമ്മളവിടെ കുയ്യാന അറിയുന്നുണ്ട്, മൂട് JCB ഒക്കെ പറയും. JCB ഒരു ചെറിയ JCB തന്നെ പറയാം കേട്ടോ. വംശനാശം സംഭവിക്കുന്ന ഒരു ജന്തു ജീവജാലങ്ങളിൽ ഒന്നാണ് ഈ സാധനം. അപൂർവമായി കാണുന്ന സാധനമാണ്. ഒരു ജന്തുജീവിയാണ് ഈ കാണുന്നത്. എല്ലായിടത്തും കാണപ്പെടില്ല കേട്ടോ. പഴയ വീടുകളുണ്ടാകുമ്പോൾ അതിൻ്റെ ഈ നല്ല നൈസ് തരി മണ്ണുകളുണ്ടാവും, നൈസ് മണ്ണ്, അങ്ങനത്തെ സ്ഥലത്തുള്ള ഈ ജാതി സാധനങ്ങൾ കാണുള്ളൂ. പിന്നെ ഇറ്റങ്ങൾ ഒന്നുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവിടെ പെരക്ക ഇഷ്ടം പോലെ സാധനങ്ങളുണ്ടാവും. 1-2 എന്നല്ല, പിന്നെ അവിടെ ആ ഏരിയ ഫുള്ള് ഇറ്റങ്ങൾ തന്നെ കയറും. അതേമാതിരി നമ്മളെ വർഗൊക്കെ അട്ടി വെക്കുമല്ലോ അതിൻ്റെ ചുവട്ടിൽ, അങ്ങനത്തെ ചില സ്ഥലങ്ങളിലൊക്കെ ഈ സംഗതി കാണുക. കണ്ടോ തുരന്നിങ്ങനെ വരുന്നത്. പണ്ട് സ്കൂളിൽ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് തീപ്പെട്ടിക്കൂടിൽ ഇറ്റങ്ങളെ പിടിച്ചുകൊണ്ടേക്കാണ്ട് കാണിച്ചു കൊടുത്തിന് കുട്ടികൾക്കൊക്കെ. അങ്ങനത്തെ ഒരു കാലമൊക്കെ ഉണ്ടായിന്, അതൊക്കെ കഴിഞ്ഞു പോയി. ഇപ്പോൾ വെറും വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം യുഗമല്ലേ. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ കാണാൻ സാധിക്കില്ല. വളർന്നു വരുന്ന ഭാവി തലമുറയ്ക്ക് ഇതൊക്കെ ഒരു കാഴ്ചകളായിക്കോട്ടെ. നേരത്തെ പറഞ്ഞ മാതിരി അരമണിക്കൂറൊക്കെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള താനെ കുയ്യാക്കും. അതോളം വെയിറ്റ് ചെയ്ത് നിൽക്കണം. കുയ്യാക്കിയായിട്ടുള്ള ആ കുയ്യിൻ്റെ ഒക്കെ എന്താ ഭംഗി കാണാം. അത്രയും പെർഫെക്റ്റാണ്, അത്രയും ഭംഗിയാണ് കാണാൻ. അപ്പോൾ നമ്മൾ കുയ്യാൻ്റെ കുട്ടികളൊക്കെ കണ്ടു. ഇതാണ് കുയ്യാൻ പറഞ്ഞ സംഭവം കേട്ടോ, സാധനം, ജീവജാലം. അപ്പോൾ ഇറ്റങ്ങളെ നമ്മൾ അതിലിതിലും വലിച്ചെറിഞ്ഞില്ല, നമ്മൾ എടുത്ത സ്ഥലത്ത് തന്നെ അവിടെ കൊണ്ടുപോയിടുകയാണ്. എന്നാൽ പിന്നെ ഇറ്റങ്ങളെ ആവാസ വ്യവസ്ഥയ്ക്ക് നമ്മൾ പ്രതികൂലമായി നമ്മൾ ഇതാക്കണ്ടല്ലോ. ഇറ്റങ്ങളെ പാട്, നമ്മളെ പാട്. അപ്പോൾ ഇറ്റങ്ങളെ നമ്മൾ അവിടെ തന്നെ കൊണ്ടുപോയിടുക. ഓരോ കൂടുണ്ടാക്കിയാണ്ട് പോലെ അവിടെ എങ്ങനെ പോലെ മട്ടം പോലെ ഇതാക്കട്ടെ. അപ്പോൾ നമ്മൾ ഇറ്റങ്ങൾ കൂട് പാടെ തന്നെ എന്താണ് ഈ സംഗതി, ഇതൊക്കെയാണ് ഈ കൂട്. അപ്പോൾ ഇറ്റങ്ങൾ നമ്മൾ ഇവിടെ തന്നെ ഇട്ടിട്ടാ ഇവിടെ കൂട്ടിൽ ഓലവിടെ ഇവിടെ പോണു. വരുവേ Thank you.